ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ച 15-അംഗ പവർ ഗ്രൂപ്പിനെ കുറിച്ച് തുറന്നടിക്കുകയാണ് സംവിധായകൻ വിനയൻ. നേരിട്ട് അധിക്ഷേപങ്ങൾ എണ്ണിപ്പറഞ്ഞപ്പോൾ പവർ ഗ്രൂപ്പിൽ ഒരാൾ ഇന്ന് സംസ്ഥാന മന്ത്രിസഭയിലുണ്ടെന്നും വിനയന്റെ വെളിപ്പെടുത്തൽ. സരോവരത്തിൽ 2008 ആവേശപൂർവ്വം പ്രസംഗിച്ച ഈ സംഘടന തകർത്തുകൊണ്ട് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നൊരു സംഘടന മതി മലയാള സിനിമയ്ക്കെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇന്നത്തെ മന്ത്രി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് പറയാനുള്ളത്, മന്ത്രി എന്നേ പറയുന്നുള്ളൂ, സംസ്ഥാന മന്ത്രിയായിരിക്കും. റിപ്പോർട്ട് പുറത്തുവന്ന ആദ്യഘട്ടത്തിൽ ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ച KB ഗണേഷ് കുമാർ വിനയന്റെ തുറന്നടിക്കലിന് പിന്നാലെ ആരും ഒതുക്കിയിട്ടില്ലെന്ന പ്രതികരണവുമായി രംഗത്തെത്തി. ഞാനിപ്പോൾ സംഘടനാ പ്രവർത്തനമൊന്നുമില്ല, എന്നാലും അങ്ങനെ ഒരു പവർ ഗ്രൂപ്പുള്ളതായിട്ട് തോന്നിയിട്ടില്ല. സിനിമയിലൊക്കെ കാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് ആ സമയത്തുള്ളൊരു ആലോചനയുടെ ഭാഗമാണ്. ഇത് സിനിമയുടെ ചരിത്രത്തിൻ്റെ കൂടെ ഉള്ളതാണ് പണ്ടോട്ട്. അത് അങ്ങനെ ഒരു വെട്ടൽ നമുക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. താനും നടൻ തിലകനുമെല്ലാം മലയാള സിനിമയിലെ 15-അംഗ മാഫിയ സംഘത്തിന്റെ മാനസിക പീഡനത്തിന്റെയും അവഗണനകളുടെയും ഇരകൾ. മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ മുഖത്ത് പ്രമുഖ നടൻ ആഞ്ഞടിച്ചതടക്കം ദുരനുഭവങ്ങൾ ഓർത്തു പറഞ്ഞു വിനയൻ. തൃശ്ശൂർ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ തന്നെ സിനിമയിലോട്ട് കൊണ്ടുവന്നൊരു നടൻ, എന്നയാൾ വലിയ നടനാണ്. അയാളൊരു കോസ്റ്റ്യൂം അസിസ്റ്റന്റിനോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞു കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞത്, ആ നടനെ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോടുള്ള ബന്ധം വെച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇത്രയും വലിയ നടനല്ലേ സാർ, ഇത്രയും എനിക്ക് ക്വാളിറ്റി ഇല്ലേ, മറ്റേ ഇല്ലേ, ഞാൻ ഇങ്ങനെ ആ കോസ്റ്റ്യൂം അസിസ്റ്റന്റിനോട് മോശമായിട്ട് പെരുമാറി, അല്ല ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. ഞാനന്ന് പറഞ്ഞത്, ആ യൂണിറ്റ് മുഴുവൻ വിളിച്ചുകൂട്ടി നീ അവരോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പ്രിയ സുഹൃത്തെ ഞങ്ങൾക്ക് നിനക്കെതിരായിട്ട് നിൽക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. സിനിമയിൽ നിന്നും സീരിയലുകളിൽ നിന്നുമെല്ലാം പ്രമുഖ നടനെ ആത്മാ സംഘടന ഒതുക്കിയെന്ന ഹേമ കമ്മിറ്റിയിലെ ആരോപണങ്ങളിൽ നിന്നും ആത്മാ പ്രസിഡന്റ് കൂടിയായ മന്ത്രി തടിയൂരുകയാണ്. ആത്മയിൽ ആരെയും വിലക്കാറില്ല. ഇന്നുവരെ ടെലിവിഷനിൽ അഭിനയിക്കാൻ വിലക്കാൻ ഒക്കത്തില്ലല്ലോ. ഈ ടെലിവിഷൻ ആരാണ് അഭിനയിക്കുന്നത് തീരുമാനിക്കുന്നത്? ചാനൽ, നിങ്ങൾ ചാനലുകൾ തന്നെയല്ലേ. അങ്ങനെ സംഭവമേ ഇല്ല. ഏത് നടനാന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഞാനാണ് ആത്മയുടെ പ്രസിഡന്റ് ആയിരുന്ന ആൾ, ഇപ്പോഴും ഞാൻ തന്നെ പ്രസിഡന്റ്. പക്ഷെ ഞങ്ങളാരും വിലക്കായിട്ട് എനിക്കറിയില്ല. ന്യായത്തിന്റെ കൂടെ നിന്ന മാക്ട തകർക്കപ്പെട്ടു. പവർ ടീമിലെ നടന്റെ ഇടപെടൽ ഇവിടെയും വ്യക്തം. മാക്ടയെ ഇല്ലാതാക്കിയതിൽ അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും വഹിച്ച പങ്കും ചെറുതല്ല. മാക്ട തകർത്തതിൻ്റെ മുന്നിൽ നിന്നതൊരു നടനായിരുന്നു. അദ്ദേഹം 40 ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് ആ സിനിമ ചെയ്യണമെങ്കിൽ സംവിധായകനെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ആ മാക്ട അന്ന് ന്യായത്തിൻ്റെ കൂടെ നിന്നു, നിർമ്മാതാവിൻ്റെ കൂടെ നിന്നു. അതിൻ്റെ പേരിൽ ആ നടൻ സംഘടനയെ തകർത്തു. 10-12 വർഷങ്ങളോളം അനുഭവിച്ച് പുറത്തുനിന്നു. ഇനിയും റിപ്പോർട്ടിനെ ലഘൂകരിച്ച് മന്ത്രിമാരടക്കമുള്ളവർ ഉറക്കം നടിക്കരുത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പ്രകാരമുള്ള നടപടി ഉണ്ടാകണം, ചർച്ചകൾ വേണം. ഈ കോൺക്ലേവ് നടത്തുമ്പോൾ അതിൻ്റെ മുന്നിലും ഈ 15-അംഗ പവർ ഗ്രൂപ്പാണെങ്കിൽ ബഹുമാന്യായ സജി ചെറിയാൻ വലിയ പ്രതിഷേധം ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.